ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തേർഡ് ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. തേർഡ് ചാപ്റ്റർ തുടങ്ങുകയാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. ഇപ്പോൾ നമ്മൾ ഊപ്പ് കോൺസെപ്റ്റുകൾ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം നമുക്ക് എന്താണ് C++ എന്നും അതുപോലെ തന്നെ അതിൻ്റെ ഊപ്പ് കോൺസെപ്റ്റുകൾ എന്താണെന്നും ഒക്കെ നമ്മൾ, അതുപോലെ പോയിൻറ്റേഴ്സ്, അതിനെ പറ്റിയൊക്കെ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ നമ്മൾ ഡാറ്റ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. എന്താ ഡാറ്റ എന്ന് പറയുന്നത്? നമ്പേഴ്സായിട്ടും ലെറ്റേഴ്സായിട്ടും ഒക്കെ നമുക്കുള്ള ഒരു വാല്യൂസ് തന്നെയാണ് നമ്മുടെ ഡാറ്റാസ് എന്ന് പറയുന്നത്, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അപ്പോൾ ആ ഡാറ്റാസിനെയൊക്കെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഡാറ്റ ടൈപ്പുകളുണ്ട്. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ ഡാറ്റ ടൈപ്പുകളുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഡാറ്റയുടെ നേച്ചർ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഡാറ്റകളുടെയും നേച്ചർ അനുസരിച്ച് അവിടെ അറേഞ്ച് ചെയ്യുന്ന, സ്ട്രക്ചർ ചെയ്ത് വെക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഡാറ്റേനെ അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അത് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഇവിടെ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് പറയുന്നതിന് മുന്നേ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താ കാണുന്നത്? എ എന്ന് പറയുന്ന ഒരു ഫിഗറിൽ എന്താ ഉള്ളത്? കുറച്ച് ടോയ്സൊക്കെ ഇങ്ങനെ കൂടിയിട്ടിട്ടുണ്ട് അല്ലേ, കൂട്ടം കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടോയ്സ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഒരു ടോയ് എടുക്കണം. നമുക്കത് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് തപ്പി എടുക്കണം അല്ലേ, മാറ്റി ഒക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഈ ഒരു എ എന്ന് പറയുന്ന ഒരു ഫിഗറിൽ നമ്മുടെ ഈ ടോയ്സ് ഒരു വെൽ ഓർഗനൈസ് ചെയ്തിട്ടല്ല ഇരിക്കണേ. കറക്റ്റ് പൊസിഷനിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലോ ഒന്നും അടുക്കി വെച്ചിട്ടില്ല. ആകെ അലങ്കോലമായിട്ടാണ് നമുക്ക് കിടക്കണേ അല്ലേ. അപ്പോൾ കറക്റ്റ് ഒരു പൊസിഷനോ അങ്ങനെയൊന്നും നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നില്ല. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കുക. ഒരു പ്ലേറ്റ് സ്റ്റാൻഡാണ് അല്ലേ. ഇവിടെ എങ്ങനെയാണ്? ഓരോ പ്ലേറ്റുകളും ഓരോ രീതിക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മളൊരു പ്ലേറ്റ് വെക്കുന്നു, അതിൻ്റെ പിന്നാലെ ഓരോന്ന് വെക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ സെക്കൻഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെക്കൻഡ് പൊസിഷനിൽ നിന്ന് ആ ഒരു പ്ലേറ്റ് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു സെക്കൻഡ് പൊസിഷനിൽ ഒരു പ്ലേറ്റ് ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ആ ഒരു പ്ലേസിലേക്ക് പുതിയൊരു പ്ലേറ്റ് വെക്കാൻ പറഞ്ഞാൽ നമുക്കത് പറ്റും അല്ലേ. സെക്കൻഡ് പൊസിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ, തേർഡ് പൊസിഷൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് ആ പൊസിഷൻ നമുക്ക് റെക്കഗ്നൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു പ്ലേറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി തേർഡ് സി ഫിഗറിൽ നോക്കുക. ഒരു CD പാക്കാണ്. CD പാക്ക് എങ്ങനെയാണ്? ഓർഗനൈസ് ആണോ അല്ലയോ? ഓർഗനൈസ് ആണ്. കാരണം എന്താ? ഒരു CD പിന്നാലെ നമ്മൾ ഓരോ CD ഇങ്ങനെ ഇട്ടിട്ട് പോവാണ് അല്ലേ. ലാസ്റ്റ് ഇടുന്ന CD ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് എടുക്കുന്നത്. ഏറ്റവും ആദ്യം ഇട്ടിട്ടുള്ള CD ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റായിട്ട് എടുക്കുക. പക്ഷേ ഇവിടെ എന്തുണ്ട്? പൊസിഷൻസ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നോക്കിയും കണ്ട് നമുക്കത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു CD പാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു കളക്ഷനാണ്. നെക്സ്റ്റ് ഡി എന്ന് പറയുന്ന ഫിഗറിൽ ഒരു ക്യൂ ആണ് അല്ലേ. കുറച്ച് ലേഡീസ് നിൽക്കുന്ന ഒരു ക്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോ റിക്ഷയുടെ ക്യൂ ഉണ്ട്. അപ്പോൾ ഈ ക്യൂവിൽ എന്താ ഉള്ളത്? ഇപ്പോൾ കുട്ടികൾ നിൽക്കുന്ന ഒരു ക്യൂ ആണെങ്കിലും ഓട്ടോറിക്ഷയുടെ ഇതാണെങ്കിലും അതും ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഉള്ളത് അല്ലേ. ആദ്യം ഒരാൾ ചെല്ലുന്നു, പിന്നാലെ ഓരോരുത്തർ ചെല്ലുന്നു. ആദ്യം ചെല്ലുന്ന ആളായിരിക്കും എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് അല്ലേ. ഏറ്റവും ലാസ്റ്റ് ചെല്ലുന്ന ആളായിരിക്കും ഏറ്റവും ലാസ്റ്റ് പോകുന്നത് അല്ലേ. ഫസ്റ്റ് നിൽക്കുന്ന ആളായിരിക്കും ഫസ്റ്റ് അവിടെ നിന്ന് ഡിലീറ്റായി അല്ലെങ്കിൽ റിമൂവ് ആയി പോവുക. ഏറ്റവും ലാസ്റ്റ് വരുന്ന ആളായിരിക്കും ഏറ്റവും ലാസ്റ്റ് പോവുക. അപ്പോൾ ഇവിടെയും എന്തുണ്ട്? ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഡാറ്റേനെ അല്ലെങ്കിൽ ഡാറ്റയുടെ ഒരു കൂട്ടത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സ്ട്രക്ചറായിട്ട് വെച്ചിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ നോക്കാം. Data structure is a particular way of organizing similar or dissimilar logically related data items which can be processed as a single unit. അതായത് ഒരു
സിമിലർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അല്ലാത്തതോ സിമിലർ അല്ലാത്തതോ ആയിട്ടുള്ള ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഐറ്റംസിനെ വെൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു ഇതിനെ പറയുന്ന പേരാണ് ഡാറ്റ സ്ട്രക്ചർ. ആ ഒരു ഡാറ്റ സ്ട്രക്ചറിനെ നമുക്കൊരു യൂണിറ്റായിട്ട്, ഒരു സിംഗിൾ യൂണിറ്റായിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ ആ ഒരു ഡാറ്റ സ്ട്രക്ചറിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ ഒരു കൂട്ടം ഡാറ്റ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇനി ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരിക്കും നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ഡാറ്റ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത്. ഡാറ്റ സ്ട്രക്ചറിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറും രണ്ട് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറും. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. ഇനി സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിൽ രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സേ വരുന്നുള്ളൂ. അറേ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറും അതുപോലെ സ്ട്രക്ചർ എന്ന് പറയുന്ന, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ സ്ട്രക്ചർ തന്നെ, സ്ട്രക്ചർ എന്ന് പറയുന്നതും. അപ്പോൾ അരയും സ്ട്രക്ചറും സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിൽ വരുന്ന ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിൾ. ഇനി കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. അതിൽ രണ്ട് ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ ഡാറ്റ സ്ട്രക്ചറും അതുപോലെ തന്നെ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറും ഉണ്ട്. ഇനി ലീനിയറിൽ വരുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. നോൺ ലീനിയറിൽ വരുന്നതാണ് ട്രീയും ഗ്രാഫും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ലീനിയർ ആയിട്ടുള്ള കോമ്പൗണ്ടഡ് ഡാറ്റ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഇവിടെ മൂന്ന് പേരും എന്താണ്, എങ്ങനെയാണ് ഓപ്പറേഷൻസ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നും ക്ലാസിഫിക്കേഷൻ എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഡാറ്റ സ്ട്രക്ചേഴ്സിൽ തന്നെ നമുക്ക് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ഉണ്ട്. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സും ഉണ്ട്. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും നമ്മൾ കോമൺലി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാറ്? എക്സിക്യൂഷൻ ടൈമിൽ ബിഫോർ എക്സിക്യൂഷൻ ടൈം, അങ്ങനെയല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിൻ്റെ മെമ്മറി അലോക്കേഷൻ എന്തായിരിക്കും? കമ്പൈലേഷൻ ടൈമിലായിരിക്കും, അതായത് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. അതിന് മുന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതാണ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എക്സിക്യൂഷൻ അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ ടൈമിൽ തന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഇനി ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വയ്ക്കുക. ഒരു ഡാറ്റ സ്ട്രക്ചറിൽ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് പറ്റും? ഒന്ന് ട്രാവേഴ്സിങ്. ട്രാവേഴ്സിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ ഇപ്പോൾ പറഞ്ഞിടത്തോളം നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താ, അതിൽ കുറേ ഡാറ്റാസ് ഉണ്ടായിരിക്കും അല്ലേ? ആ ഡാറ്റാസൊക്കെ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് വെച്ചിരിക്കുകയായിരിക്കും, ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ സ്ട്രക്ചറിലുള്ള എലമെൻസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക, വേറെ ഒന്നും അതിൽ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാവേഴ്സിങ്. ട്രാവേഴ്സിങ് ഈസ് ആൻ ഓപ്പറേഷൻ ഇൻ വിച്ച് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഡാറ്റ സ്ട്രക്ചർ ഈസ് വിസിറ്റഡ്. നമ്മൾ ഓരോ ഡാറ്റേനെ, ഒരു ഡാറ്റ സ്ട്രക്ചറിലുള്ള ഓരോ ഡാറ്റേനെയും ഇങ്ങനെ വിസിറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു ഓപ്പറേഷനെ പറയുന്ന പേരാണ് ട്രാവേഴ്സിങ്. നെക്സ്റ്റ് ആണ് സെർച്ചിങ്. പേര് പോലെ തന്നെ നമുക്കറിയാം, ഒരു പെർട്ടിക്കുലർ ഒരു എലമെൻറ്റിനെ ഇന്ന ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെർച്ചിങ്. സെർച്ചിങ് ഇൻ ദ ലിറ്ററൽ സെൻസ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ എലമെൻറ്റ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ. നെക്സ്റ്റ് ആണ് ഇൻസേർട്ടിങ്. ഇൻസേർട്ടിങ് എന്താ? ഒരു പെർട്ടിക്കുലർ ഒരു പൊസിഷനിലേക്ക് നമ്മളൊരു പുതിയ ഒരു ഡാറ്റേനെ ഇൻസേർട്ട് ചെയ്യുന്നു. അതാണ് ഇൻസേർട്ടിങ്. ഇൻസേർഷൻ ഈസ് ദ ഓപ്പറേഷൻ ഇൻ വിച്ച് എ ന്യൂ ഡാറ്റ ഈസ് ആഡഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ. നെക്സ്റ്റ് ആണ് ഡിലീറ്റിംഗ്. ഡിലീറ്റിംഗ് എന്തായിരിക്കും? ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒരു ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ നിന്നും റിമൂവ് ചെയ്ത് കളയുന്നു.
ഡെഫിനിഷൻ നോക്കാം. ഡിലീഷൻ ഇസ് ദ ഓപ്പറേഷൻ ഇൻ വിച്ച് പെർട്ടിക്കുലർ എലമെൻറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ഡാറ്റ സ്ട്രക്ചർ. നെക്സ്റ്റ് ആണ് സോർട്ടിങ്. സോർട്ടിങ് എന്താ? പേര് പോലെ തന്നെ ഒരു ഡാറ്റ സ്ട്രക്ചറിലുള്ള എലമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒരു സ്പെസിഫൈഡ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യും, ഓർഡർ ചെയ്യുന്നു. അതിനെയാണ് സോർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് അറേഞ്ചിങ് ദ എലമെൻറ്റ്സ് ഇൻ എ സ്പെസിഫൈഡ് ഓർഡർ, ദാറ്റ് ഈസ് എയ്തർ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഇനി ലാസ്റ്റ് ഓപ്പറേഷൻ ആണ് മെർജിങ്. മെർജിങ് എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോൾ രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ ഒന്നാക്കി കമ്പൈൻ ചെയ്ത് വയ്ക്കുന്നു. കമ്പൈൻ ചെയ്ത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടും എന്തായിരിക്കണം? സോർട്ടഡ് ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കണം. അത് നിർബന്ധമാണ്. അപ്പോൾ ഡെഫിനിഷൻ നോക്കാം. മെർജിങ് യൂഷ്വലി റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് എലമെൻറ്റ്സ് ഓഫ് ടു സോർട്ടഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ടു ഫോം എ ന്യൂ വൺ. രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് അത് സോർട്ടഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സോർട്ടഡ് ആക്കണം. എന്നിട്ട് രണ്ടുപേരെയും കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ഡാറ്റ സ്ട്രക്ചറാക്കി മാറ്റുന്നതിന് പറയുന്ന പേരാണ് മെർജിങ്. അപ്പോൾ ഇത്രയാണ് ഒരു ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റൊക്കെ നമുക്ക് അടുത്ത ഓരോ വീഡിയോയിലായിട്ട് കാണാം.